അടുത്തുള്ള കുംഭക്കൂറാണ്. അക്വാരിസ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലെ നാമം. അവിട്ടത്തര, അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം. ചതയം, പോരൂരുട്ടാതി, മുക്കാല്. ഇതാണ് ഈ കുംഭക്കൂറിൽ വരുന്നത്. 7-ാം ഭാവത്തിലാണ് സൂര്യൻ. അത് പങ്കാളിത്തത്തോടു കൂടി ചെയ്യുന്ന ബിസിനസ്സുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കരാറുകളോ, ഒന്നിച്ചെടുക്കുന്ന കരാറുകളോ അങ്ങനെയൊക്കെയുള്ളതിൽ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. 6-ലാണ് വ്യാഴം. 6-ലാണെങ്കിലും ഉച്ചസ്ഥിതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് മത്സരങ്ങളിലൊക്കെ വിജയം ഉണ്ടാകും. പൊതുവേ ദൈവാധീനം കുറച്ച് കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്കും മറ്റുമൊക്കെ പുതിയ തൊഴിൽ അവസരങ്ങളൊക്കെ ഉണ്ടാകും. വിദേശങ്ങളിലും ഒക്കെ ഉള്ളവർ, വിദേശത്ത് ജോലി ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളതാണ്. കോടതി കേസുകൾ, അതുപോലെ സർക്കാർ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളും മത്സര പരീക്ഷകളിലുമൊക്കെ വിജയം നേടാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. വാക്കുകളിൽ മിതത്വം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മിഥുനത്തിലാണ് ചൊവ്വ. അത് വാക്കുകളുടെ അമിതമായിട്ടുള്ള ശരിയല്ലാത്ത രീതിയിലുള്ള വാക്കുകളുടെ ഉപയോഗം കൊണ്ട് ഉണ്ടാകാവുന്ന ചില ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാകും. കുടിശ്ശികകളൊക്കെ തിരിച്ചു കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ചില ചിലവുകൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യം പൊതുവെ മെച്ചം തന്നെയാണ്. എന്നാൽ ജോലിയിലുള്ള ജോലി ഭാരം ഉണ്ടായേക്കാവുന്ന ഉറക്കക്കുറവും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും ക്ഷീണവും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് ഒരു പരസ്പര ധാരണയോടുകൂടി വർത്തിക്കാൻ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര ധാരണയോടുകൂടി വർത്തിക്കാൻ സാധിക്കും. മക്കളുടെ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അവരുടെ പരീക്ഷാ വിജയങ്ങളും ഒക്കെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധുക്കളും മറ്റുമൊക്കെ ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സൗമ്യമായിട്ടുള്ള സംഭാഷണത്തിൽ കൂടെയൊക്കെ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇവർക്ക് പരിഹാരമായിട്ട് ദുർഗാ ഭജനം വളരെ നല്ലതാണ്. ദുർഗാ ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ യഥാശക്തി വഴിപാടുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷികൾക്ക് ധാന്യാദികളോ ഒക്കെ തീറ്റ കൊടുക്കുക, ധാന്യാദികളൊക്കെ കൊടുക്കുന്നതും നല്ലതാണ്. അതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുന്ന പഠിതാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് വേണ്ടതായിട്ടുള്ള പഠന ഉപകരണങ്ങളുമൊക്കെ ദാനം ചെയ്യുന്നതും ഒക്കെ ശുഭഫലങ്ങൾ ചെയ്യാൻ നല്ലതാണ്.